നമ്മളുള്ളത് ഇ കെ ഉസ്താദിന്റെ മാതൃകയിലാണ്. ഇ കെ ഉസ്താദ് പഠിപ്പിച്ചിടത്താണ് നമ്മളുള്ളത്. ഈ സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രഥമ സെക്രട്ടറി പാറയിൽ ഹുസൈൻ മുസ്ലിയാർ മൗലവി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇയാൾ മുജാഹിദായി. നോക്കിങ്ങൾ ആകുമല്ലോ. കാരണം എന്താ? അത്തിബാവുൽ കുലൂബല്ല, അള്ളാന്റെ ഔലിയാക്കൾ മൊത്തം ഇറങ്ങുന്ന പരിപാടിയല്ലത്. ഇത് സാധാരണക്കാരായിട്ടുള്ള മുസ്ലിയാക്കന്മാരുടെ കൂട്ടായ്മയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളെ ശൂറയല്ലത്. അങ്ങനെയാണ് ഇന്ന് പറയപ്പെടുന്നത്. ബഹുമാനപ്പെട്ട ഒരു വിഭാഗി മഹാരാജ വരക്കൽ മുല്ലക്കോയ തങ്ങളോട് ഏറ്റവും വലിയ ആയിരിക്കും കുത്തുബ് സമാനമാണ്. വലിയ ആരിഫാൻ, വലിയ വലിയ ഉപാസിയാണ്. താൻ എന്ത് ചെയ്തു എന്നാൽ 70 കൊല്ലം മുമ്പ് താൻ എന്ത് ചെയ്തു? ആ കാലത്തുള്ള മുഴുവൻ സ്വാധീനികളായ അന്മികളെയും വിളിച്ചു കൂട്ടി. വലിയ ദീർഘദർശനം ഉള്ള ആളാതെ വിളിച്ചു കൂട്ടിയും കൊണ്ട് പറഞ്ഞു, കേരളത്തിൽ പലതും സംഭവിക്കാൻ പോകുന്നുണ്ട്, പലതും ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇസ്ലാമിനെ സംരക്ഷിക്കേണ്ടത് ഈ രാജ്യത്തിൽ ഉള്ള ആരോഗ്യങ്ങളുടെ ചുമതലയല്ലേ? അത് നിങ്ങളെ കൊണ്ട് ഒറ്റക്ക് വഹിക്കാൻ സാധ്യമല്ല. ഒറ്റക്ക് നിങ്ങൾക്ക് നിർവഹിക്കാൻ സാധ്യമാകുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ സംഘടിത രൂപം കൈക്കൊണ്ടുകൊണ്ട് ഒരു സംഘടനയിൽ ആയി നിലകൊള്ളണം എന്ന് മഹാനവറുകൾ ആഹ്വാനം ചെയ്തു. കേരളത്തിലെ നിങ്ങളോട് രൂപം കൊണ്ടു അന്നുള്ള മഹാന്മാരായ സാഹിത്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെട്ടിരുന്നു. ഇത് സാധാരണക്കാരായിട്ടുള്ള മുസ്ലിയാക്കന്മാരുടെ കൂട്ടായ്മയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളെ ശൂറയല്ലത്. അങ്ങനെയാണ് ഇന്ന് പറയപ്പെടുന്നത്. ബഹുമാനപ്പെട്ട ഒരു വിഭാഗി മഹാരാജ വരക്കൽ മുല്ലക്കോയ തങ്ങളോട് ഏറ്റവും വലിയ ആയിരിക്കും കുത്തുബ് സമാനമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ ഔലിയാവ് സ്ഥാപിച്ചതായ ഒരു സംഘടനയാണ്. ഇത് ശൈഖുനാ ശംസുൽ ഉലമയുടെ ഭാഷയാണ് ഞാൻ പറയുന്നത്. ഇത് സാധാരണക്കാരായിട്ടുള്ള മുസ്ലിയാക്കന്മാരുടെ കൂട്ടായ്മയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളെ ശൂറയല്ലത്. അങ്ങനെയാണ് ഇന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ മഹാനായ സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങൾ ഉപ്പാപ്പ ഇ കെ ഉസ്താദ് പ്രത്യേകം വിളിച്ചുകൊണ്ടുപോയി നന്ദി ദാറുസ്സലാമിൽ മുദർരിസായി ഇ കെ ഉസ്താദ് തന്നെ നിയമിച്ച ആളാണ്. ഉസ്താദിന്റെ ആ വഴിയിൽ തന്നെയുള്ള ശിഷ്യന്മാരിൽ പ്രധാനിയാണ്. അപ്പൊ സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളോടുള്ള ആദരവ്, പാണക്കാട് സാദാത്യങ്ങളോടുള്ള ആദരവ്, ഇതൊക്കെ ഇ കെ ഉസ്താദിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠമാണ്.